ജില്ലാ കമ്മിറ്റി കത്ത് കൊടുത്തിരുന്നു. ഐക്യജനാധിപത്യ മുന്നണിക്ക് 47 ഡിവിഷനിൽ വിജയം കിട്ടിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന് 3 കൗൺസിലർമാരുണ്ട്. രണ്ടാമത്തെ കക്ഷി എന്ന നിലയ്ക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനുള്ള കത്ത് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ജില്ലാ യു ഡി എഫ് നേതൃത്വം കൊടുത്തു. കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ജില്ലാ യു ഡി എഫിൻ്റെ തീരുമാനത്തിന് വിധേയമായി സ്ഥാനമാനങ്ങൾ വീതം വെക്കുന്നു എന്നതാണ് പൊതു നോംസ്. അതിൻ്റെ ഭാഗമായി ജില്ലാ യു ഡി എഫ് കൂടി ഞങ്ങളുടെ ആവശ്യവും പരിഗണിച്ച് ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതിനായി ഇന്ന് ഞങ്ങളെ ജില്ലാ യു ഡി എഫ് കൂടുന്നതിന് സംസാരിക്കാനായി ഞങ്ങളെ വിളിച്ചിരുന്നു. ഞങ്ങൾക്ക് അതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനൊരു ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ 2 ടേമായിട്ട് മേയറും 2 ടേമായിട്ട് ഡെപ്യൂട്ടി മേയറെ തീരുമാനിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയും കത്ത് കൊടുക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്കതിനകത്ത് പ്രതിഷേധം. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഒരു ക്ലെയിം ഇവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തുണ്ട്. അത് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിനായി നാളെ ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃയോഗം നാളെ ഞങ്ങളിവിടെ കൂടുന്നുണ്ട്, ജില്ലാ ലീഗ്. അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ വിഷയം അറിയിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒന്നിച്ചു നിന്ന് തീരുമാനമെടുക്കുന്ന ഒരു സംവിധാനമാണ് യു ഡി എഫ്. അതിനൊറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പ്രശ്നമില്ല. യു ഡി എഫിൻ്റെ തീരുമാനങ്ങൾ ഇൻഫോംഡ് ഡിസിഷനാണ്, യൂണിലാറ്ററലാണ്, എല്ലാവരും ചേർന്നെടുക്കേണ്ട തീരുമാനമായിരിക്കും. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നത് ശരിയായ പ്രവണതയല്ല. ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാം. ടേം വ്യവസ്ഥയാണെങ്കിൽ ടേം വ്യവസ്ഥയിൽ തന്നെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാവുന്ന ഒരു കാര്യത്തിന് ഇങ്ങനൊരു തീരുമാനം എടുത്തതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്, ജില്ലാ നേതൃത്വത്തിന് ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ ഒരു പ്രവർത്തകർക്കൊരു വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഞങ്ങൾ യോഗം കൂടി ഒരു തീരുമാനമെടുക്കും. സംസ്ഥാന മുസ്ലിം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, സംസ്ഥാന യു ഡി എഫിനെ അവരറിയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ബാക്കി തീരുമാനങ്ങൾ നാളത്തേക്ക്. പ്രതിപക്ഷ നേതാവാണ് ഇവിടെ കേന്ദ്രീകരിച്ചത്, അല്ലെങ്കിൽ ഇവിടുത്തെ ജില്ലയിലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹവുമായി ഇത് ജില്ലാതലത്തിൽ മാത്രമാണ് ചർച്ച നടന്നത്, അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അതോ അദ്ദേഹത്തെ അടക്കം നേരത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? എല്ലാ നേതാക്കളോടും ചർച്ച ചെയ്തിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഞങ്ങളുമായി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ആ ചർച്ചയ്ക്ക് ഞങ്ങളോട് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയങ്ങൾ തീരുമാനമെടുത്ത് അറിയിച്ചു എന്നത് ശരിയായ പ്രവണതയല്ല. അതിനോട് യോജിക്കാൻ പറ്റില്ല. ഒരു മുന്നണി സംവിധാനത്തിൽ എപ്പോഴും മാന്യത കാണിക്കും. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ക്ലെയിം അല്ലാതെ ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല, അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ആക്ഷേപം. നേരത്തെ നിങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ? ഈ ഉറപ്പിന്റെ ക്വസ്റ്റ്യനൊന്നും ഇല്ല. അതൊരു മുന്നണി സംവിധാനത്തിൽ ഒരാൾ കൊടുക്കുന്നയാളും ഒരാൾ മേടിക്കുന്നയാളും ഒന്നും അല്ലല്ലോ. ഒന്നിച്ചിരുന്ന് വീതിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ ഓരോ പദവികൾ. അത് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാതെ പിന്നെ ഒരു 3-4 സീറ്റിൻ്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിയാൽ പിന്നെ അതിനെ മുന്നണിയിൽ നിന്നല്ലോ അതിന് വിളിക്കേണ്ടത്. ആരായിരുന്നില്ല, കോൺഗ്രസ് മാത്രമല്ല, മുന്നണി ഏത് കക്ഷികളായിരുന്നാലും ഒരു ചർച്ചയിലൂടെയാണ് തീരുമാനിക്കേണ്ടത്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കി. കാരണം ഞങ്ങൾ അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു കാര്യത്തിൽ ചർച്ചയില്ലാത്ത തീരുമാനം. അതുകൊണ്ട് ഞങ്ങൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അത് നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നമ്മൾ വിളിച്ചപ്പോൾ ന്യായീകരണമല്ല, തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത്. തീരുമാനം എടുത്തു എന്ന് പറയുന്നതിനകത്ത് ഒരു അനൗചിത്യമില്ലേ? അപ്പോൾ ആ അനൗചിത്യത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ കൂടി നാളെ നേതൃയോഗം കൂടാൻ തീരുമാനിച്ചു. അപ്പോൾ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു കത്ത് കൊടുത്താൽ അത് പരിഗണിക്കാതെ പോകുന്നുവെന്ന് പറഞ്ഞത് ഈ ഒരു കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമല്ല, അത് പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളതിൽ ഞങ്ങളുടേതായ തീരുമാനങ്ങൾ നേതൃയോഗം തീരുമാനിക്കും. അതെ, അല്ല, തീരുമാനം എടുത്തെങ്കിൽ പിന്നെ ഞങ്ങൾ ഇനി ഒരു ചർച്ചയ്ക്ക് സ്കോപ്പില്ലല്ലോ, പിന്നെ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ വിഷയം ഞങ്ങളുടെ പാർട്ടി നേതാക്കളുടെ ഞങ്ങൾ മീറ്റിങ്ങിലായിരുന്നു. ഇവിടെ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരിച്ചു വന്ന് അവൈലബിളായ നേതാക്കളെ അറിയിച്ചു. അപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം നാളെ ഒരു നേതൃയോഗം വിളിച്ചതിന് ശേഷം ഇതിന് സത്വര നടപടികളുമായി മുന്നോട്ട് പോകാം. പിന്നെ പാർട്ടി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചപ്പോൾ അവരത് ചർച്ച ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നേതാക്കൾ പാർട്ടി സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും, അതിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ യു ഡി എഫ് എന്ന സംവിധാനത്തിന് ഒരു ഇൻഫോംഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യേണ്ട ഒരു വിഷയത്തെ
ഒറ്റയ്ക്ക് ചെയ്താൽ മതി എന്നുള്ള തോന്നലിനെ അത് ഒരു തരത്തിലും ഞങ്ങൾക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല, അത് മനസ്സിലാകുന്നില്ല. അല്ല, ഈ ചോദിക്കാൻ ഈ പ്രതിപക്ഷ എപ്പോഴും ആവർത്തിക്കുന്നത് UDF-ന്റെ തീരുമാനം ഒറ്റക്കെട്ടായിരുന്ന തീരുമാനം എന്ന് പറയുന്നത് കുറച്ച് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജില്ലയിൽ അദ്ദേഹം നേതൃത്വം നൽകിയിരുന്ന ഒരു അല്ലെങ്കിൽ കോർപ്പറേഷനിലാണെങ്കിലും ഒരു തീരുമാനം വരുന്നത്. അപ്പൊ അദ്ദേഹം അറിയാതെ ആയിരിക്കും. അതറിയില്ല. ജില്ലാ UDF ആണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ സീറ്റ് വിഭജനങ്ങളെല്ലാം ജില്ലാ UDF നടത്തില്ല. അത് പ്രതിപക്ഷ നേതാവൊന്നും വന്നിട്ട് ചർച്ച ചെയ്യും. മേയറിനെ ഇപ്പോൾ നിശ്ചയിച്ചതിലും കോൺഗ്രസിലും അതൃപ്തിയുണ്ട്. അതായത് അതിന് കോർ കമ്മിറ്റി ചേരാതെ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് തീരുമാനിച്ചതെന്നുള്ള അവരും പരാതി പറയുന്നില്ല. അപ്പോൾ അത് ചില നേതാക്കളുടെ ഒരു താല്പര്യം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾക്ക് അറിയില്ല. കാരണം കോൺഗ്രസിനുള്ളിലെടുത്ത തീരുമാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങളോട് ചർച്ച ചെയ്യാതെ തന്ന പത്രക്കുറിപ്പാണത്. അത് ഇൻഫോം ഡിസിഷൻ അല്ല, UDF എന്ന നിലയ്ക്കുള്ള ഒരു തീരുമാനമല്ല, അത് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാണ്. ഞങ്ങൾ UDF കൺവീനറെ വിളിച്ച് വിവരം അറിയിച്ചു, ജില്ലാ UDF കൺവീനറെ അറിയിച്ചു, ജില്ലാ UDF ചെയർമാനോട് അതിൻ്റെ പ്രതിഷേധം അറിയിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങളൊരു ഒരു ഒരു അച്ചടക്കമുള്ള പാർട്ടി എന്ന നിലയ്ക്ക് സംസ്ഥാന മുസ്ലിം നേതൃത്വത്തെ വിവരം അറിയിച്ചു. അത് പിന്നെ അവർ UDF നേതൃത്വത്തെ അറിയിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. സംസ്ഥാന മുസ്ലിം ലീഗ് നേതൃത്വം എടുക്കുന്ന തീരുമാനത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും. ഇത് ശരിയായ നിലപാടല്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല.